അസ്സലാമു ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ, സൺഡേ വ്ളോഗാണ്. ഞാൻ ഇന്നലെ വ്ളോഗ് ഇട്ടില്ല, എനിക്ക് എഡിറ്റ് ചെയ്ത് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ രാവിലത്തെ നമ്മുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജിമ്മൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ജിമ്മിനൊന്നും പോയില്ല കേട്ടോ. നമ്മൾ നേരെ ചായ വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. ഇന്നെന്ത് രാവിലെ ഉണ്ടാക്കും, ഭയങ്കര കൺഫ്യൂഷനുള്ള ദിവസമായിരുന്നു. എനിക്കാണെങ്കിൽ സൺഡേ സാധാരണ ഞാൻ നന്നായി കുക്ക് ചെയ്യണ ദിവസമായിരുന്നു. പക്ഷേ എനിക്ക് ഈ സൺഡേ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല. ഒന്നാമത് ഇക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ബിരിയാണി വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനോ ഒന്നും മൂടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടുക എന്നുള്ളൊരു ഇതും കൂടിയായിരുന്നു. ഞാനാണെങ്കിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ അങ്ങനെ ചായയൊക്കെ വെച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം യൂട്യൂബിലൊക്കെ ഭയങ്കര രേണു സുധിയിലെ അവരുടെ വീഡിയോസല്ലേ കൂടുതലായിട്ടും ഇങ്ങനെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അവസാനം എനിക്കിട്ട് എന്തെങ്കിലും വരുമെന്നാവും. വരില്ല, കാരണം നമ്മുടെ വീഡിയോസൊക്കെ ആര് കാണാൻ. അപ്പോൾ എന്തായാലും ഇതാ ഞാനിങ്ങനെ അത് നോക്കിയാണ്ടാണ്, അത് എല്ലാവരും കുറേ ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിന്. അപ്പോൾ ഞാനത് നോക്കിയാണ്ടാണ് ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കുന്നത്. പൊതുവേ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വെക്കും, ഇങ്ങനെ ചിലപ്പോൾ പാട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോണിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോ അല്ല കുക്കിംഗ് ചെയ്യണതും പണി ചെയ്യണതും ഒക്കെ കേട്ടോ. അങ്ങനെ ഇതാ ചായ എല്ലാം ആവാനായിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വ്ളോഗൊക്കെ കാണാറുണ്ടോ, ഫുള്ള് കാണാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഒരു റെഡ് ഹാർട്ട് ഇപ്പോൾ തന്നെ ഇടണം കേട്ടോ, ഫുള്ള് വ്ളോഗ് കാണുന്നവർ. ഞാനത് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കേട്ടവരെന്തായാലും ഒരു റെഡ് ഹാർട്ട് ഇട്ടിട്ട് ഒരു ലൈക്കും ചെയ്ത് തരാം കേട്ടോ. അങ്ങനത്തെ ചായ ആയിട്ടുണ്ട്. റിഹാനും ഇന്ന് എണിച്ചിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് തനിച്ചിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അല്ലെങ്കിൽ ആ ലാപ്പിരിക്കണം അവിടെ അവനുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വേഗം ചായ എല്ലാം കുടിച്ച ശേഷം ഇനി ബാക്കിയുള്ള നമ്മുടെ പണികളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. പിന്നെന്താ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, സൂപ്പർ ജിനി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും പച്ചവെള്ളം കുടിച്ചാലും തടി വയ്ക്കും. എനിക്ക് ജിനിയുടെ വീഡിയോ കാണാൻ ഇഷ്ടമാണ്, കുറേ സമയം ഉണ്ടായിക്കോട്ടെ, മടുപ്പില്ല. അയ്യോ ഇന്നത്തെ ഡ്രസ്സിങ് രസമുണ്ട്, പക്ഷേ ഷോള് കുത്തിയപ്പോൾ ആളാകെ മാറി. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഷോള് കുത്തുമ്പോഴും ഷോള് കുത്താണ്ടിരിക്കുമ്പോഴും നമുക്ക് 2 ഫേസാണ് കേട്ടോ. ഞാൻ പർദ്ദ ഇടുന്നത്, പർദ്ദ മീൻസ് ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ചെയ്യണത് എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഫസ്റ്റായിട്ട്. മദ്രസയിലൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നു. മദ്രസയൊക്കെ കഴിഞ്ഞ ശേഷം പർദ്ദ പറയുന്നൊരു സാധനം യൂസ് ചെയ്യണത്. ഞങ്ങൾ മദ്രസയിൽ പോകുമ്പോൾ ഞങ്ങൾ പർദ്ദ ഉണ്ടായിരുന്നില്ല. എന്താണോ ഡ്രസ്സ് അതിട്ടിട്ട് പോവുക, മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവുക, മഫ്ത കുത്തണം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മദ്രസയിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നത് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാം. ഇപ്പോഴല്ലേ പർദ്ദയൊക്കെ ആക്കിയത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ പർദ്ദ ഇടുന്നത് അയാൻകുട്ടിക്ക് ഇങ്ങനെ വയ്യാണ്ടായിട്ട്, എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അവനക്ക് വയ്യായിരുന്നല്ലോ. അപ്പോൾ അവനെ അമൃതയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഹോസ്പിറ്റലിലായപ്പം എനിക്ക് ഉടനെ പോകാൻ പറ്റിയില്ല, യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഡെലിവറി കഴിഞ്ഞ ഉടനെ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇടുമ്പം ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്, ഏറ്റവും ഇടാൻ ഈസി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പർദ്ദ ആദ്യമായിട്ട് ഇടുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മഫ്ത കുത്തുമ്പം നമ്മൾ പൊതുവെ ആൾ മാറും, അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കോക്കനട്ടിന് ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചെറിയ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറുമോ എന്നുള്ളത്. ടേസ്റ്റ് മാറില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കാരണം എനിക്ക് അപ്പം ഇങ്ങനെ ഒരുപാട് ചിരവണതും ദേഷ്യം. എനിക്ക് തേങ്ങ ചിരവുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യമാണ് തേങ്ങ ചിരവണത്. ഇക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇക്കാനെ ഏൽപ്പിക്കാൻ ശ്രമിക്കൂട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ വല്ലപ്പോഴും അടുക്കളയിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൈ വേദനിക്കണോ, ഒന്ന് ചിരവി തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് എന്തായാലും ചിരവി തരും. ഞാൻ പറയാണ്ടിരുന്നാൽ മൂപ്പര് അറിയൊന്നുമില്ല. അതിപ്പോൾ ഏത് കാര്യം അങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ചെയ്തു തരും. പക്ഷേ എനിക്കാണെങ്കിൽ പറയാണ്ട് ചെയ്തു തരണം, അതാണ് എനിക്കിഷ്ടം. എന്നെപ്പോലെ തന്നെയല്ലേ നിങ്ങളെല്ലാവരും. നമ്മുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്തു തരുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് അല്ലേ. പിന്നെ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പാത്രം കഴുകിയെടുക്കണം. രാത്രി ഇങ്ങനെ അത് കമഴ്ത്തി വെക്കും കേട്ടോ. ഞാൻ വെള്ളം എല്ലാം കളഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ക്രബ്ബറും കഴുകിയിട്ട് ആ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കും. അതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ.
പർദ്ദ എവിടുന്ന വാങ്ങിയത്? ശരിക്കും പർദ്ദ മോഡൽ ഡ്രസ്സല്ലേ പർദ്ദ? അത് നമ്മുടെ കഹാനിയിൽ ഉണ്ട്, ഇനിയുണ്ട് 2-3 അതിൻ്റെ കളർ ചേഞ്ചുകൾ. എനിക്ക് പോയി എടുക്കണം എന്നൊക്കെ ഉണ്ട്. അത് സെയിലായിട്ടില്ലെങ്കിൽ പോയി എടുക്കണം. ജിനി ഇപ്പോൾ എത്ര വെയിറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് ഉണ്ട് 71-72. ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ പോകുന്നുണ്ട്. എത്ര ഏജ് ഉണ്ട് എന്ന്. അയ്യോ, ഏജ് 34 വയസ്സാണ് കേട്ടോ എനിക്ക്. അടുത്ത വർഷം വരുമ്പോഴത്തേന് 35 ആവും. ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ ഏജ് കൂടല്ലേ. പിന്നെ ഇന്നലെ വ്ളോഗിൽ വെളിച്ചത്തിൻ്റെ ഇപ്പോഴൊക്കെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ, നമ്മുടെ അടുക്കളയിൽ ഒരു ട്യൂബ് കേട് വന്നേക്കുക. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാം മോനോട് പറഞ്ഞപ്പോൾ അവനക്ക് പേടിയിട്ടോ. എനിക്ക് ജിനിമ എനിക്ക് പേടിയാണ് പറഞ്ഞു. ഇപ്പോൾ പിന്നെ അവനെ എണിച്ചിട്ടുമില്ല. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാം. എന്തായാലും ഓരോ കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി ഒന്ന് കൈ കടത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ഒട്ടിച്ച് വെച്ചതിനൊക്കെ പഴയ ലൈറ്റിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ പ്ലഗിലേക്ക് ഇതൊന്ന് കണക്ട് ചെയ്യണം, കത്തിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഞാൻ ഉപ്പാനോട് പോയി ചോദിച്ചു ഏത് വയറ് ഏതിലേക്ക് കണക്ട് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്താൽ ഇതിന് പ്രത്യേകം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്നാലും കളറൊന്ന് നോക്കിയിട്ട് അതേപോലെ ഒന്ന് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പോയി ഒന്ന് കത്തിക്കും കൂടി ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കാണണ്ടേ നിങ്ങൾക്ക്? എന്തായാലും വഴിയെ കാണാം. ദോശയ്ക്ക് ചോറ് ചേർക്കാറില്ലേ? ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറ് ചേർക്കാറുണ്ട്. ഓരോ സ്പൂൺ വീതം എന്തായാലും ചേർക്കും കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണണ്ടേ? എന്തായാലും കണ്ടോ. മമ്മി കത്തി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത ശേഷം എൻ്റെ പുത്രൻ എണിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ചായ എല്ലാം വെച്ച് കൊടുത്തു. അവനക്ക് പൊതുവെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പേടിയാണ്. ഇനി എന്നാ നേരാവുമെന്ന് പഠിച്ചോനറിയാം. പിന്നെ അയൻകുട്ടിക്ക് ഹോർലിക്സൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഹാപ്പിയാണ് എനിക്കത് കിട്ടിയപ്പോൾ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ചെറിയൊരു കാര്യം നമുക്കത് ചെയ്യാൻ കിട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി തന്നെയാണ്. പിന്നെന്താണ് എഗ്ഗൊക്കെ ഒന്ന് കഴുകിയിട്ട് പുഴുങ്ങാൻ വയ്ക്കുകയാണ്. ഞാൻ എഗ്ഗ് എപ്പോഴും കഴുകാറുണ്ട്, കഴുകണത് ഇതിൽ കാണിക്കാറില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു കമൻറ്റ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഈ ട്രൂ എലമെൻസിൻ്റെ ചിയാ സീഡ് വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. ചിയാ സീഡ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡെയിലി ഓരോ ഗ്ലാസ്സിൽ കുതിർത്തിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതും ഒരു എഗ്ഗും ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ പുട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പോയിട്ടോ. ഇന്ന് പിന്നെ ഓട്സാണ് കേട്ടോ ഉണ്ടാക്കണത്. അത് ഇച്ചിരി തന്നെയുള്ളൂ നമ്മൾ കഴിക്കുക. ഓട്സിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ചിയാ സീഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ സോക്ക് ചെയ്ത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് എന്താ പറയുക കഴിക്കുക. ചുരിദാറിൻ്റെ സൈഡിൽ കാണുന്ന വെള്ളം ഒന്നുമില്ല, ജസ്റ്റ് കൈ കഴുകി തുടയ്ക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഓട്സ് ഉണ്ടാക്കാനുള്ള പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഓട്സാണ് ടേസ്റ്റ്. റോൾഡ് ഓട്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. നമ്മൾ ഷെയ്ക്കൊക്കെ അടിക്കുമ്പോൾ ഓക്കെ ഇത് ഫൈനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ ഒക്കെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ബദാമും ക്യാഷ്യൊക്കെ ഒന്ന് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. എപ്പിസോഡിൽ ജിനിയെ പോലെ ഒരു കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഫേസ് കട്ട് ഉണ്ട്. കണ്ടിരുന്നോ ഷോ? ഞാൻ കണ്ടിട്ടില്ല മുത്തേ. അതേത് ഷോ? എനിക്ക് ഒരു ചിരി അറിയാം, പക്ഷേ ഏത് എപ്പിസോഡാണെന്ന് അറിയില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ കാണും, എപ്പോഴൊന്നും കാണാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പർദ്ദ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അയ്യോ 15 മിനിറ്റ് ഒന്നും ആക്കല്ലേ, 30 മിനിറ്റിൽ കൂടാൻ പറ്റുമോ? നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരുന്നാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ നോക്കട്ടെ, പറ്റണ പോലെയൊക്കെ ചെയ്യാം കേട്ടോ. പർദ്ദ ഇട്ടിട്ട് നല്ല മുഞ്ചത്തി ആയല്ലോ എന്ന്. താങ്ക് യു സോ മച്ച്. പിന്നെ ഹായ് ജിനി, കുറേ ആയിട്ടോ കമൻറ്റ് ഇട്ടിട്ട് വീഡിയോ കാണാറുണ്ട്, എന്താ വിശേഷം ചോദിക്കുന്നുണ്ട്. നല്ല വിശേഷമാണ്. കമൻറ്റ് വീഡിയോ കാണുമ്പോൾ എന്തായാലും ഇടുക കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി എനിക്ക്, എന്താ പറയുക, നമ്മൾ ഹാപ്പി ആവാനായിട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗൊക്കെ ഒന്ന് ബോയിലാക്കി ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാം ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവാണ് കേട്ടോ. ആദ്യം ഞാൻ ഓട്സ് ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓട്സിൽ കട്ട് ചെയ്ത നമ്മുടെ ഡ്രൈ നട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ജിനി സുഖല്ലേ, വ്ലോഗ് അടിപൊളി, താങ്ക് യു സോ മച്ച്. പിന്നെ സ്കാർഫ് അടിപൊളി എന്നാണോ ഉദ്ദേശിച്ചത്? എന്തായാലും താങ്ക് യു. ഹായ് ജിനി, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം കർണാടക, ചിക്ക്മാംഗ്ലൂർ. മാംഗ്ലൂർ എന്നാണോ? ഓക്കെ, മാംഗ്ലൂർ. ബഷീർ ബാഷിൻ്റെ വൈഫിൻ്റെ വീടൊക്കെ അവിടെയല്ലേ? എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഹണി കഴിഞ്ഞിട്ടുണ്ട്, ഉള്ളതിന് ബീച്ചി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബീച്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ പഴത്തിൽ പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല ഇനി നെക്സ്റ്റ് ഉണ്ടാക്കുക. കുട്ടികൾക്കും എനിക്കും ആർക്കും ഓട്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ വീക്കിലി വൺസെങ്കിലും കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനും ഒരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ച അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ ഇടയ്ക്കിങ്ങനെ കൈ ഇങ്ങനെ ചൂപ്പുന്നതേ ഹണിയായിട്ട് അതിനെ ചൂപ്പിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാനും ഇരുന്നു. ഇന്ന് എഗ്ഗ് പുഴുങ്ങിയത് കൊണ്ട് കേട്ടോ. എഗ്ഗിലോട്ട് നമ്മൾ ചമ്മന്തിപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. ചമ്മന്തിപ്പൊടി ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ പെപ്പറോ സോൾട്ടോ ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഗ്ഗ് കഴിക്കാറ്. പിന്നെ അടുക്കളയുടെ കോലം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആവാറുണ്ട് കേട്ടോ. ഇതിനേക്കാട്ടിൽ അപ്പുറം ആവാറുണ്ട് കുക്കിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ കുറേ പാത്രം കഴുകി അവിടെ വെച്ചിട്ടുണ്ട്, കമഴ്ത്തി വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. സൗണ്ട് ഒരുമാതിരി ആവണം. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ഏരിയയൊക്കെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ, എന്നിട്ടേ നമ്മൾ പാത്രം കഴുകാൻ നിൽക്കാറുള്ളൂ. ഇന്നലെ ഞാനൊരു പിങ്ക് മോരുകറിയുടെ റെസിപ്പി ഷോർട്ട് വീഡിയോ ആയിട്ട് FBയിൽ ഇട്ടിട്ടുണ്ട്. കണ്ടവർ ഉണ്ടാക്കി നോക്കിയവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാനത് ഈ ഒരു വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് അതിനുശേഷം കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ഇന്ന് 2 പണി കിട്ടി. വല്ലാത്തൊരു പണിയായിരുന്നു കേട്ടോ അത്. ഒന്ന് ഡ്രൈനേജ് ബ്ലോക്കായത്, നമ്മൾ പാത്രം കഴുകണ വെള്ളം പോണ ആ ഒരു ഡ്രൈനേജ് ബ്ലോക്കായി. പിന്നെ അതൊക്കെ ഒന്ന് കുത്തി വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുളി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയപ്പോൾ നമ്മുടെ വെള്ളത്തിന് ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി കുളിക്കാൻ കയറിയതല്ലേന്നും പറഞ്ഞ് ഞാൻ കുളിയൊക്കെ ഫിനിഷാക്കി വന്ന് എൻ്റെ ബാത്റൂമിൽ നിന്ന് മാത്രമായിരിക്കുമോ വിചാരിച്ചിട്ട് വാഷ് ബേസിൻ്റെ അവിടെ വന്നിട്ട് ആ വെള്ളം സ്മെല്ല് ചെയ്ത് നോക്കി. അപ്പം ഉണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ച് കിണറ്റിൽ വല്ലതും ചത്ത് കിടക്കണ്ടോ പഠിച്ചോനെ എന്നും പറഞ്ഞ് ടോർച്ചൊക്കെ എടുത്തിട്ട് പോയി അടിച്ചു നോക്കുമ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോനെയും കൂട്ടി മേലെ കയറാൻ പറഞ്ഞു. മേലെ കയറിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ടാങ്കിലൊരു കിളി ചത്ത് കിടക്കുന്നു. അയ്യോ, അത് കണ്ടിട്ട് ഇന്നത്തെ ദിവസമേ പോയി കിട്ടിയ പോലെ കേട്ടോ. അങ്ങനെ ചായ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോനെന്നെ അതെല്ലാം ക്ലീനാക്കി. അവനക്ക് പൊതുവേ ഇങ്ങനത്തെ പണികളൊന്നും സെറ്റാവുകയില്ല കേട്ടോ. ആൾക്ക് ഛർദ്ദിക്കാൻ വരും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഞാനും ചെറുപ്പത്തിൽ നിന്ന് അങ്ങനെയാണ്, അവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനുണ്ടല്ലോ ഒരു പുഴുവിനെ കണ്ടാൽ അന്ന് മൊത്തം തുപ്പി നടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ എനിക്ക്. എൻ്റെ ഉമ്മാനോട് ചോദിച്ചാൽ അറിയാം. ചെറുപ്പത്തിൽ നിന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഇവനെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നാലും ഞാൻ അങ്ങനെ പറയും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുക, നിങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയല്ലേ നോക്കണ്ടേ. നമുക്ക് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ വേറെ ആരെ കിട്ടാനാ? പെട്ടെന്ന് വിളിക്കാൻ ആരെങ്കിലും കിട്ടുമോ? ക്ലീൻ ആക്കേണ്ട സമയത്ത് നമ്മൾ തന്നെ ഇറങ്ങി ക്ലീൻ ആക്കേണ്ടി വരും. അതിനിപ്പോൾ ഡ്രൈനേജ് ആണോ
പൈപ്പാണോ ടാങ്കാണോ എവിടെയാണോ വൃത്തികേട് അതൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും ശരിയാക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് വലിയ വാചകടിക്കും. പക്ഷെ ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ ഉമ്മാക്കും എനിക്കൊക്കെ നന്നായിട്ട് അറിയാം. എന്നെക്കൊണ്ടും പറ്റില്ല, ഭയങ്കര അറപ്പായിരുന്നു എനിക്ക്. ഇപ്പോഴും എനിക്ക് മഴ ഫുള്ള് നനഞ്ഞിട്ടുള്ള ചളികളിൽ ചവിട്ടാൻ അറപ്പാണ്. അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഇപ്പോഴും എനിക്കുണ്ട്. ഇതൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. എന്തായാലും വ്ളോഗൊന്നും അവൻ കാണൂല. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞറിയുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഇതാ ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ ചായ എല്ലാം കുടിക്കുകയാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഇനി ചിക്കന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ നമ്മൾ പോയപ്പോൾ ന്യൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കണം. പിന്നെ ചിക്കൻ മേടിച്ച കവറൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയാണ്ട് ഇങ്ങനെ വെള്ളം ഇതാവാൻ വേണ്ടി അവിടെ വെക്കും. കാരണം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലോട്ട് ഇടുന്നതല്ലേ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കനൊക്കെ കഴുകിയെടുക്കണം. കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകുക. ഈ ലിവർ, കക്ക് ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഇതൊന്നും ഞാൻ കുക്ക് ചെയ്യുമ്പോഴേ അതിലിടാറില്ല. എനിക്ക് അത് തീരെ പിടിക്കാത്തൊരു സാധനമാണ് കേട്ടോ. പിന്നെ വേഗം പോയി നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയില ഇതൊക്കെ വേണമല്ലോ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ, ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ക്യാബേജൊക്കെ വേണം. ക്യാബേജ് തീർന്നപ്പോൾ ഞാൻ മോനോട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ ന്യൂഡിൽസാണ് നമുക്ക് ഈ ഒരു ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വേണ്ടത്. പക്ഷെ ഇന്നലെ ഞാനത് അവിടെ കണ്ടെങ്കിലും എന്തോ എനിക്ക് പെട്ടെന്ന് ഇതാണ് കേട്ടോ എടുക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ നമുക്ക് അത് എടുക്കാമായിരുന്നു. അതെടുത്താൽ ഒന്നുകൂടി സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടെ ഉണ്ടാക്കിയത് ഓയിലൊന്നും ഒട്ടും ഇല്ലാത്തൊരു ചിക്കൻ ഫ്രൈയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ചിക്കൻ ഏകദേശം 1 കിലോ ഉണ്ട്. കഴുകി വൃത്തിയാക്കിയതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 സ്പൂണ്, വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഉണ്ടല്ലോ 1.5 സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച് ചെറിയ ഉള്ളിയും 1 വലിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒരു 8-10 എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം 1, തക്കാളി 1, മല്ലിയിലയും ചേർത്തിട്ട് നമുക്കിതിലോട്ട് ഇനി വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് കേട്ടോ. ഇത്ര മാത്രമേ ഞാൻ ഇതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. 1 സ്പൂണേ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോയാ സോസ് ഒഴിച്ചത്. ആ സമയത്ത് നിങ്ങൾക്ക് തൈരോ ലെമണോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് സ്ലോ കുക്കിംഗ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോഴത്തേന് ഇത് നല്ല വെള്ളമൊക്കെ വരും അതൊന്ന് കുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മളിത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ പണികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഇതിൻ്റെ റെസിപ്പി തന്നെ കാണിക്കുക. ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഓയിൽ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഇനി കുറച്ച് കാലം നമ്മൾ ഓയിൽ ഫ്രീ ആക്കുക എന്ന് വിചാരിച്ച ചില റെസിപ്പികൾക്ക് എനിക്ക് ഓയിൽ വേണ്ടി വരും. ഇനിയിപ്പോൾ വേണ്ടാത്ത റെസിപ്പികൾക്ക് ഞാൻ ഒട്ടും ഓയിൽ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ന്യൂഡിൽസ് ഇതാണ് കണ്ടോ. ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. ഉപ്പാക്കല്ല, ഞങ്ങൾ മാത്രം. ഉപ്പാക്ക് ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോൺലെസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ഇച്ചിരി സോയാ സോസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഒരേ ഒരു പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാവിടെയും ചൂടൊക്കെ തട്ടുന്ന പോലെ ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 എഗ്ഗ് കുരുമുളകും ഉപ്പും ഇട്ടുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇത് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ അവിടെ ഈ എഗ്ഗ് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ന്യൂഡിൽസ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആ പൊടികളൊക്കെ മാറ്റിയെടുക്കണം. പിന്നെ എഗ്ഗിനെ നമ്മൾ സ്ക്രാമ്പിൾ ആക്കിയിട്ട് എടുക്കണം. ഒരുമിച്ച് ഞാനിപ്പോൾ കൂട്ടുന്നില്ല. ഇതൊന്ന് സ്ക്രാമ്പിൾ ആക്കി എടുത്ത ശേഷം മാത്രം നമുക്ക് ഒരുമിച്ച് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ആക്കി എടുത്തിട്ട് പിന്നെ ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ആക്കി എടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്തെടുക്കണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ
സ്പ്രിംഗ് ഒനിയനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കുറച്ച് എണ്ണയിലോട്ട് അതിട്ടിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാനിവിടെ ക്യാരറ്റും അതേപോലെ ക്യാപ്സിക്കം പിന്നെ ക്യാബേജും എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ആ വാടി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങ് കുക്കായിട്ട് വന്നോളും. അങ്ങനെ ഇതാ ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ഈപ്പിയുടെ മസാലയില്ലേ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മിക്സിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ മസാലയ്ക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ സോസുകളാണ് കേട്ടോ യൂസ് ചെയ്യണത്. സോയാ സോസ് ഏകദേശം ഒരു വലിയ സ്പൂണിൽ കേട്ടോ. പിന്നെ റെഡ് ചില്ലി സോസും ഏകദേശം 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ സോസായിട്ട് ഞാനിവിടെ ഷെസ്വാൻ സോസാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പൊതുവേ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോസാണ്. അപ്പോൾ അതും ഏകദേശം 1.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്ത ശേഷം നമുക്കിതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും എഗ്ഗിൻ്റെ ആ മിക്സില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ കേട്ടോ ചേർക്കുന്നത്. ഓയിലും വെള്ളവും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് വീണ്ടും ഇതിൽ മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ന്യൂഡിൽസിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കട്ട 2 കട്ട ന്യൂഡിൽസിലോട്ട് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കാറ്. കുക്കിംഗ് ആനന്ദകരമാക്കാൻ ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ 2 കട്ടയ്ക്ക് 1 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ഞാൻ എടുക്കാറ് കേട്ടോ. കറക്റ്റ് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം ഒന്ന് വെച്ച ശേഷം നമ്മൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ചൂറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ ഇങ്ങനെ തിളപ്പിച്ചൂറ്റിയെടുക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ വേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാക്കി എടുക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് ഇളക്കി ഇത് ആവശ്യത്തിനുള്ള കുക്ക് ആയ ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മളാക്കിയ എല്ലാ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുറച്ച് മല്ലിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം, ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഫൈനൽ ഇങ്ങനായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ലഞ്ചും പിന്നെ ഡിന്നറിന് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ മാത്രം. അങ്ങനെ ഇതാ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് മസാലയ്ക്ക് അതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച ശേഷം മാത്രമാണ് ഞാനിവിടെ ഇതൊന്ന് എന്താ പറയുക ഓഫാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ലതിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ നൂഡിൽസ് ആണെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഇടയിലിടയിൽ പാത്രങ്ങൾ വരുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതുകൊണ്ട് നമുക്ക് കുക്കിംഗ് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഹെവി ആവാറില്ല. പിന്നെ ഇടയ്ക്ക് പാത്രങ്ങൾ തേച്ച് അവിടെ വയ്ക്കും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിലപ്പോൾ തുടയ്ക്കാനും ഒക്കെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ഓരോ ദിവസത്തെ പണികളൊക്കെ നമ്മൾ തീർത്ത് വരുന്നത്. ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത ശേഷം നമ്മൾ FBത്തെ കമൻസ് ഒന്നും വായിച്ചില്ല അല്ലേ എന്ന് ഞാൻ പോയി നോക്കട്ടെ കേട്ടോ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. നമ്മുടെ വ്ളോഗിൽ ഇതുപോലെ മഫ്ത ഇട്ടുണ്ട്, നല്ല മൊഞ്ചായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ചായ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ആദ്യം കണ്ടപ്പോൾ പൂവാലന്മാരാണെന്ന് കരുതിത്രേ. എൻ്റെ മക്കളെ കണ്ടപ്പോഴാണോ അയ്യോ പടച്ചോനെ അതിൻ്റെ മക്കളാട്ടോ. ഒന്ന് അവൻ്റെ ഫ്രണ്ട്. എനിക്ക് 2 പേരും ഒരേപോലെ ആട്ടോ. എൻ്റെ മോന് വലുതാണ്, ജോലിക്ക് പോകുന്നു. എന്നാൽ കുഞ്ഞിക്കാർ വാങ്ങും. ആ കുഞ്ഞിക്കാറിനോട് എന്താണ് ഇവർക്ക് ഇത്ര ക്രേസ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പുട്ടുണ്ടാക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളൊരു കമൻറ്റ് വേണ്ട കേട്ടോ. കാരണം അത് പുട്ടിൻ്റെ റെസിപ്പി ഒന്നല്ല. ഈ സൈഡിൽ കാണുന്ന നമ്മുടെ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ള് വെള്ളത്തിലിട്ട് ചെറുപയറിനെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വെളിച്ചെണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു വലിയുള്ളി, പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ട് കേട്ടോ. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം 1/4 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, പിന്നെ എൻ്റെ ഇതിന് 1 സ്പൂൺ ചിക്കൻ മസാലയും. പിന്നെ ഇതാ ഇത് നല്ല ടേസ്റ്റ് വരുത്തുന്നുണ്ട്. യൂസ് ചെയ്യണ്ട എന്നുള്ളവർക്ക് യൂസ് ചെയ്യണ്ട കേട്ടോ. നമ്മുടെ മാഗി ക്യൂബ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. ആ സമയം കൊണ്ട് ഇതാ തേങ്ങയും
ഇതുപോലെ തക്കാളിയും കൂടെ അരച്ച് കൊണ്ടുവരണം. ചെറുപയർ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷമാണ് കേട്ടോ ഈ അരപ്പ് ചേർത്ത് നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള തിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കുക. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ച ശേഷം മല്ലിയിലിട്ടിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു മിക്സും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തേങ്ങയും ശർക്കരയാണ് കേട്ടോ. നമ്മൾ ഈ പുട്ടിലോട്ട് ഇങ്ങനെ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുട്ട് വെച്ച് കൊടുത്ത് നമ്മുടെ ചെറുപയർ കറിയും ഒരു എഗ്ഗും അതുപോലെ ഈ ഒരു തേങ്ങ ശർക്കര മിക്സും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പപ്പടത്തിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ. ഈ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ പിങ്ക് കറി കാണണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തൊരു മൊഞ്ചാലേ കാണാൻ. നല്ല പിങ്ക് കളറിലെ മോര് കറിയാണ് കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇപ്പുറത്തുള്ള ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി എടുത്തിട്ടുണ്ട്. എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ. നല്ല ചോറ്, ബീഫ്, ഉപ്പേരി, അച്ചാറ്. അപ്പം എന്തായാലും മോര് കറി കുറച്ച് ബീട്രൂട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തൈര് ആക്കിയിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലോട്ട് കടുകും അതുപോലെ നമ്മുടെ ഉലുവയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലോട്ടാക്കി നമ്മുടെ ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാൻ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ. മോരും അതുപോലെ കുറച്ച് ബീട്രൂട്ടും കൂടിയുള്ളൂ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, അതേപോലെ കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല പൊന്നിയരിച്ചോറും അതിലോട്ട് ബീഫും പിന്നെ നമ്മുടെ ഉപ്പേരിയും പിന്നെ നമ്മുടെ പിങ്ക് കളറും മോര് കറിയും കുറച്ച് അച്ചാറും കൂടെ കൂട്ടി അങ്ങ് ചൂടോടുകൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. വീണ്ടും എനിക്ക് തോന്നി ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു കറി സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ പിങ്ക് മോര് കറി കണ്ട ഉടനെ നിങ്ങൾ ഇതായിരിക്കും എന്നോട് ചോദിക്കുക നമ്മുടെ ബീഫിൻ്റെ കറി. ഒന്നുകൂടി ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വലിയ ഉള്ളി തക്കാളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുക്കുന്നുണ്ട്. മക്കൾ വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഡ്രസ്സ് സൂപ്പർ ജിനി, നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സൂപ്പർ വീഡിയോ. അയൻകുട്ടി സംസാരം കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മുത്തേ. അപ്പോൾ ക്ലീൻ ആക്കി എല്ലാം ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒറ്റ വെള്ളത്തിലല്ല, വെള്ളം ഇനി മാറ്റിയിട്ടെടുക്കണം. പിന്നെ ചെറിയ ഉള്ളി ആദ്യം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ ഉള്ളി ഞാൻ ഒരെണ്ണം ചെറുത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ എടുത്തിട്ടില്ല. ബീഫ് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചെറിയ ഉള്ളി വെക്കുന്നതാണ്, ചെറിയ ഉള്ളിയിൽ കുക്ക് ചെയ്യണതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ നമ്മളിതാ വേഗം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു തക്കാളി മതി, അതിനെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് കൂട്ടുന്നത്. കാരണം കാണുന്നവർക്കൊരു ഭംഗിയൊക്കെ വേണ്ടേ. പിന്നെ കുക്കർ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എപ്പോഴും ബീഫിലോട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ബെസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതേപോലെ കുറച്ച് ഉലുവയും കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കുക്കറിൻ്റെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് കുക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയുള്ളി എടുത്ത് വെച്ചതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് 2 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, അതുപോലെ കുരുമുളക് പൊടി 1 സ്പൂണ്. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണണം കേട്ടോ. നിങ്ങൾ 30 മിനിറ്റിൽ കൂടുതലൊക്കെ വേണം പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുത്ത് മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ബീഫ് 1 കിലോ ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും
എത്തട്ടെ. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് തന്നെ നമുക്കിതൊന്നും വെള്ളം വരും കുക്ക് ചെയ്യുമ്പോൾ. ചിക്കനും ബീഫൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ പിന്നെ അടുപ്പിൽ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിൽ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിതാ ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കർ. അതിന് ശേഷം നമ്മളിവിടെ ഓപ്പൺ ആക്കി നോക്കണം, വെന്തിട്ടുണ്ടോ നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വെക്കുക. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും അതുപോലെ നമ്മുടെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ എണ്ണ എനിക്ക് വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ചോപ്പിച്ചിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ വേവിച്ച ബീഫില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. നല്ലപോലെ ഡ്രൈ ആക്കിക്കോ. ഞാൻ ഇവിടെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിലല്ല ഞാൻ ഓഫാക്കിയത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് ചേർത്തി എടുത്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടതായിരിക്കും. എന്നാലും നമ്മുടെ ബീഫ് കറിയിലോട്ട് ഞാൻ ബീഫ് കറി എന്ന് പറയാൻ പറ്റില്ല, റോസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ല പൊന്നിയരി ചോറ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ബീഫ് വെച്ചിട്ടുണ്ട്. ഇത്രയും രീതിയിൽ ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം, ബീഫല്ലേ. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി, അതേപോലെ നമ്മുടെ പിങ്ക് മോര് കറി കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അത് ഇഷ്ടമായിച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, അത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ മോര് കറിയിലെ പച്ചമുളകൊക്കെ ഞാനിങ്ങനെ അതിലോട്ട് പിഴിഞ്ഞെടുക്കും. ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ട് അല്ലേ, സാരല്ല, നെക്സ്റ്റ് ടൈം സെറ്റാക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് അങ്ങ് കുഴച്ച് എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടുത്തം പിടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചും ബീഫും ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ എഗ്ഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ റെസിപ്പിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ കാലമായി വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് റെസിപ്പികളുണ്ടാവില്ലേ, അതിൽ പെട്ടതാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു 3 എഗ്ഗ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഫുള്ള് ബട്ടറിലാണ് കേട്ടോ നമ്മൾ പരിപാടി. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്ത ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പീസ് ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഇതിലോട്ട് ആക്കിയിട്ട് ആദ്യം ഒന്ന് വേവിച്ച ശേഷം നമുക്കൊന്ന് സ്ക്രാമ്പിൾ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് വലിയ പീസുകളായിട്ട് ഇരുന്നോട്ടെ. ഇനി ഒന്ന് റിമൂവ് ആക്കി എടുത്ത ശേഷം നമുക്ക് സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞ ബട്ടറിലാണ് ഫുള്ള് പരിപാടി. ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ എല്ലാതും. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് ചില്ലി ഫ്ലെക്സും അതേപോലെ 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ചിട്ട് ഇത് കട്ടയില്ലാണ്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലെടുത്തിട്ടുണ്ട്, ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കട്ടി കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പോൾ സംഗതി സെറ്റായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തി കൊടുത്ത് കുറച്ചുകൂടെ മല്ലിയിലേക്കൊന്ന് തൂവി ഇനി ചില്ലി ഫ്ലെക്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്ക്രാമ്പിളാക്കി മാറ്റി വെച്ച് നമ്മൾ എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നല്ല കുബൂസിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് നല്ലപോലെ മുരിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടണം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വ്ളോഗ് സേവ് ചെയ്ത് വെക്കുക. അതിലത്തെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ FB, ഇൻസ്റ്റ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, യൂട്യൂബൊക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ.